ഇതാണ് കേട്ടോ ഇന്ത്യ നേപ്പാൾ അതിർത്തി. ഞങ്ങളങ്ങനെ അതിർത്തി കടന്ന് അകത്തേക്ക് കയറി. വണ്ടി കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് പേപ്പറുകളൊക്കെ ശരിയാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്ത്യൻ്റെ അതിർത്തി കഴിഞ്ഞ്, അതായത് ബീഹാറിൽ നിന്ന് നേപ്പാളിലേക്ക് അതിർത്തി കടന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് ബീവറേജ് കടകളാണ് കണ്ടത്. ബീഹാറിൽ മദ്യനിരോധനമായതുകൊണ്ട് തന്നെ ഇവിടെ ഇതെല്ലാം സുലഭമാണ്. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. കാണുമ്പോൾ തന്നെ ഭയങ്കര ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണ് ഇത്. ഒരുപാട് സൗകര്യങ്ങൾ പുറത്തെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ മെനു കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം സൗകര്യങ്ങളുണ്ട് ഇവിടെ എന്ന്. ഞങ്ങൾ 5 ആളുകളും 5 ചായയും ഫ്രൈഡ് റൈസും പറഞ്ഞിരുന്നു. ആദ്യം ഞങ്ങൾക്ക് ചായ കിട്ടി. അത് കുടിച്ചിരിക്കുമ്പോഴാണ് ഫ്രൈഡ് റൈസ് വന്നത് കേട്ടോ. നിറത്തിനും രുചിക്കുമൊക്കെ മാറ്റമുണ്ടെങ്കിലും സംഗതി അടിപൊളിയാണ്. അതിലേക്കൊഴിക്കാൻ ഒരു പാത്രത്തിൽ സോസും മറ്റൊരു പാത്രത്തിൽ കച്ചപ്പും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. നേപ്പാളിലെ ഇപ്പിലാൻഡ് എന്ന വാട്ടർ പാർക്കിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അവിടുത്തെ ടിക്കറ്റ് നിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെ 750 രൂപയും കൊടുത്ത് ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടു. ടിക്കറ്റുമായി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം.